അതുകൊണ്ട് ഞാനൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പിച്ചയെടുത്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഈ കമ്പനി കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ സർവീസ് തരാത്തതുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേ. അത് കണ്ടോ, ജീവിക്കാൻ വേണ്ടി ഒരു വണ്ടി എടുത്തേ. ഇപ്പൊ എനിക്ക് ഇത് മൂലം എന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലെത്തി. വണ്ടി എപ്പോഴും അങ്ങ് കംപ്ലൈന്റ് ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിരാഹാരമല്ല വിഷയാഴ്ച ഇവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഇപ്പൊ ഞാൻ ജീവൻ നിലനിർത്തുന്ന അവിടെ ഓച്ചിറയിൽ ഭക്ഷണാലമാരയുണ്ട്. അവിടുന്ന് കിട്ടുന്ന ഫുഡും കൊണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇത് വണ്ടി ഷോറൂം പറയുന്നത് ഇന്ന് അവര് ഹെഡിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺടാക്ട് ചെയ്തിട്ട് അവർ വന്ന് നോക്കിയിട്ട് ഇപ്പം പരിഹാരം കണ്ടെത്തി തരാന്നൊക്കെ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത്ര റീച്ചായി എന്നതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അതാ ഞാൻ കൂടാതെ ഒത്തിരി പേര് ഇങ്ങനെ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. അവരിപ്പോ ഇനിയിപ്പോ ഇത് വന്ന് ചെക്ക് ചെയ്തിട്ട് എന്റെ മേലെ കുറ്റം ചാർത്തി തരാനേ അവർ നോക്കത്തുള്ളൂ. അവര് കോപ്പറേറ്റീവ് കമ്പനിയാണല്ലോ. അവർ പൈസ മുടക്കി പല കാര്യങ്ങളും ചെയ്യും. ചിലപ്പോൾ ഒരു ന്യൂസ് ചാനലുകാരെയോ മറ്റേ കൊണ്ടുവന്നിട്ട് എനിക്കെതിരെ തിരിക്കാനും ചാൻസ് ഉണ്ട്. അന്നേരം എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺസ്യൂമർ കോടതിയിൽ എല്ലായിടത്തും ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേപ്പർ വേണമെങ്കിൽ ഇത് ഇരിക്കുന്നതാണ്, ഞാൻ കാണിക്കാം. ഇത് ഞാൻ ഒലയിലേക്ക് പലപ്പോഴായിട്ടുള്ള മെയിൽ അയച്ചതിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് ഞാൻ കൺസ്യൂമർ കോടതിയിൽ പരാതി രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഈ കേസ്. ഇത് കാലതാമസം എടുക്കും. അതുവരെ ഞാൻ എങ്ങനെ എന്റെ ജീവൻ നിലനിർത്തുന്നത്? എനിക്ക് ജോലിക്ക് പോണ്ടേ? തീർച്ചയായിട്ടും ജോലിയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ജീവിക്കാനുള്ള വേറെ ഇതൊന്നും ഇല്ല. ആകെ വീട്ടുകാരും ഇല്ല. അച്ഛനും അമ്മയും മരിച്ചതാ. ഒറ്റയ്ക്കാണ്. സ്വന്തമായിട്ട് വീടുണ്ടോ? സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്ക് താമസിക്കുക. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിലുള്ള ഒരാളിനെ നമുക്ക് ഇത്രയും രീതിക്ക് ബുദ്ധിമുട്ട് വഴി കടത്തേണ്ട രീതിയിൽ, അതായത് ഇപ്പൊ പുള്ളി കിടക്കുന്നത് വെച്ചാൽ റോഡിന്റെ സെന്ററിലാണ്, ഹൈവേയുടെ പണി കിടക്കുന്ന സെന്ററിലാണ് പുള്ളി ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ഇതെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് അത് മാന്യമായിട്ടുള്ള രീതിയിൽ സെറ്റിൽ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബ്രോ ഞാനിവിടെ 5ാമത്തെ ദിവസമായിരിക്കുന്നത്. 5ാമത്തെ ദിവസം ഇവിടെ ഫിഷ് അയച്ചിരിക്കുവാണ്. അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ചും വല്ലതും കൊണ്ടുതരുന്നതും ഒക്കെ കഴിച്ചാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തുന്നത്.